നമസ്കാരം. ഗോസ് ഡിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഹരിഗോവിന്ദൻ. പ്രധാന വാർത്തകൾ. ചൈതന്യ നായർ സർവീസ് ഗ്രൂപ്പ് ദേശവിളക്ക് നടത്തി. KCBC വൈപ്പിൻ മേഖല ക്രിസ്തുരാജ പള്ളിയിൽ സെമിനാർ നടത്തി. വൈപ്പിൻകരയിൽ LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. യൂത്ത് കോൺഗ്രസ് ചാത്തങ്ങാട് മേഖലാ സമ്മേളനം നടത്തി. ഇല്ലത്ത് റെസിഡൻസ് ഭാരവാഹികൾ ഹർത്താൽ ദിനത്തിൽ ശുചീകരണം നടത്തി. വാർത്തകൾ വിശദമായി. എളങ്ങുന്നപ്പുഴ ചൈതന്യ നായർ സർവീസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ ശാസ്താംപാട്ടും ദേശവിളക്കും നടത്തി. ഞാറയ്ക്കൽ കൺസ്യൂമർ ഫെഡ് വിദേശ മദ്യശാല അടച്ചുപൂട്ടണമെന്നും 10% ബിവറേജസ് ഔട്ട്ലെറ്റുകൾ റദ്ദു ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വരാപ്പുഴ അതിരൂപതയും വൈപ്പിൻ മേഖലയും ചേർന്ന് KCBC മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ 8ാം ഫൊറോന കുടുംബക്ഷേമ സെമിനാർ ക്രിസ്തുരാജ പള്ളി ഹാളിൽ നടത്തി. റവറൻഡ് ഫാദർ ഡൊമിനിക് കാനപ്പള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റവറൻഡ് ഫാദർ ടോണി മടത്തിപ്പറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. PL ആന്റണി സ്വാഗതവും അതിരൂപത വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ വെളിയിൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് MD റാഫേൽ സാമ്പത്തികമായിട്ടും മറ്റെല്ലാ തരത്തിലും ഉപരോധങ്ങൾ സൃഷ്ടിച്ചു. എന്നിട്ടും ആ മനുഷ്യൻ കുടിയൊക്കെ അയാളെ വിട്ടുപോയി. എങ്കിലും ഭൂരിഭാഗം മനുഷ്യർ അയാളുടെ ഒപ്പം നിന്നു. അയാൾ ഇന്ന് മരിച്ചു. ഐതിഹാസികമായ ഒരു വിപ്ലവമാണ് അയാളെ സൃഷ്ടിച്ചത്. അപ്പോൾ ലോകത്തിൻ്റെ മുൻപിൽ എത്ര ചെറുതായിട്ടും പിടിച്ചു നിൽക്കാനുള്ള, അല്ലെങ്കിൽ എതിർക്കാനുള്ള, അല്ലെങ്കിൽ പ്രതിരോധ ശക്തി കാണിക്കാനുള്ള വലിയൊരു പ്രതീകമാണ് ഈ ഫിദൽ കാസ്ട്രോ. അയാൾ എപ്പോഴും പറഞ്ഞത്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ജയിക്കും, ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജനം പുരോഗതിക്കും, ഇന്നല്ലെങ്കിൽ നാളെ ഈ സാമ്രാജ്യ ശക്തികളെല്ലാം നമ്മുടെ മുന്നിൽ മുട്ടുകുത്തുന്നതാണ്. അതുപോലെ സാധിക്കും അല്ലേ? അവസാനം ബറാക് ഒബാമ പോലും അയാളുടെ അടുത്ത് പോയി കൈ കൊടുത്തു, മാർപ്പാപ്പമാർ കൈ കൊടുത്തു, ലോകം മുഴുവനും അയാളെ കൈ കൊടുത്തു. ഇതിൽ നിന്ന് നമുക്കൊരു പാഠമുണ്ട്. ഈ പറഞ്ഞ ഈ സിനിമകൾ നിറഞ്ഞ ഈ മദ്യശാല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഒരു ദാവീദും ഈ ലോകം മുഴുവൻ ഒരു ഗോലിയാത്തുമായിരുന്നു അല്ലേ? എന്നിട്ട് ആ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ പറ്റും. അയാളുടെ ഏറ്റവും പ്രതീകാത്മകമായി ഇതിനൊരു റാലി നടത്തുന്നത്. ഇതിന്ന് ആവേശം ഉൾക്കൊള്ളണം, ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളണം. എന്നിട്ട് ഇതിലുള്ള ഈ തിന്മയ്ക്കെതിരെ പോരാനുള്ള കരുത്താർജിച്ച് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ മദ്യശാലകളും അടച്ചുപൂട്ടി കേരളത്തിൽ സമ്പൂർണ്ണ മദ്യനിരോധനം വരുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. നമുക്കറിയാം, ആഗമനാലം ആരംഭിച്ചില്ലേ? ഇന്നത്തെ സുവിശേഷം നമുക്കറിയാം, അവൻ വരുമ്പോൾ എല്ലാം ശുഭമാകും. അതുപോലെ നമുക്കും ഒരു ശുഭകരമായ ഒരു കേരളം ഇവിടെ ഉണ്ടാകും. മദ്യമില്ലാത്ത, മയക്കുമരുന്നില്ലാത്ത സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കുന്ന ഒരു കേരളം ഉണ്ടാവും. അതിരൂപത അനിമേറ്റർ റവറൻഡ് സിസ്റ്റർ അന്ന ബിന്ദു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ വട്ടപ്പറമ്പിൽ സമാപന സന്ദേശം പകർന്നു നൽകി. തുടർന്ന് അഡ്വക്കേറ്റ് ചാർലി പോൾ അംഗങ്ങൾക്ക് ക്ലാസ് നടത്തി. ഹർത്താലിൽ കുടുങ്ങി സാധാരണ ജനങ്ങളും വിദേശികളും. ഹർത്താൽ വൈപ്പിൻ ജനതയുടെ സമ്മിശ്ര പ്രതികരണങ്ങളിലൂടെ ഗോസ് ഡിവിഷൻ ക്യാമറ ചലിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ പ്രതികരണങ്ങൾ: ഹർത്താൽ ദിനത്തിൽ മീൻ വാങ്ങുവാൻ ആളില്ലാതെ ഞാറയ്ക്കൽ മാർക്കറ്റ് ക്യൂ നിന്ന് ടോക്കൺ വാങ്ങിയാണ് ജനം ഇന്നും ബാങ്കിൽ കയറിയത്. ചായ കുടിക്കാൻ വേണ്ടി അവിടെ വളരെ മോശം. वो भी नटर जे रखते हैं
വോട്ട് മാറാൻ വേണ്ടി ആൾക്കാർ പാടുപെടുകയാണ്. ബാങ്കിൽ ക്യൂ നിൽക്കും. ഈ ആ സർക്കാർ കേരള സർക്കാർ ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഈ പാടുപെടുന്നതെന്നറിയാമോ? ഞങ്ങളുടെ അരി കുട്ടിക്കണ പണിയല്ലേ ചെയ്യണം. ഇന്നത്തെ ഹർത്താല് ആവശ്യമുള്ള ഹർത്താലാണ് അല്ലെങ്കിൽ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാനുള്ള അതിന്റെ അടിയിൽ തന്നെ മാർഗങ്ങളും അതല്ലാണ്ട് ഇപ്പൊ അത് കൂടാണ്ട് ഇങ്ങനത്തെ ഒരു ഹർത്താൽ വന്ന ഇനിയിപ്പോ എവിടെ കാര്യങ്ങളുണ്ടെങ്കിൽ മേടിക്കാനും പറ്റില്ല. സംഭവം നമുക്ക് അവരാണ് വേറെ ഒന്നും പച്ചക്ക് പറയാറില്ല. ശരിക്കും ഒരാവശ്യമില്ല സമരത്തിന്റെ, ഹർത്താലില്ല. ജനങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ നോക്കുള്ളൂ. ഇന്നത്തെ സമരത്തിന് യാതൊരു പ്രസക്തിയില്ല. കാരണം ഈ രൂപയുടെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് കോപ്പറേറ്റീവ് ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേസ് നടത്തി നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാന്നല്ലാതെ യാതൊരു കുഴപ്പമില്ല. ഇന്നലെ ഞാൻ കട തുറക്കാത്തതാണ്. എൻ്റെ കുറേ ആളിലൊക്കെ വന്ന് നിന്നിട്ട് ഞാൻ തിരുവനന്തപുരത്തേക്ക് കട തുറന്നേക്കാണ്. കുറച്ച് കഴിയുമ്പോൾ കൂട്ടും. സമരക്കാർ വരുമ്പോൾ ഞാൻ കൂട്ടും. അതിനെ സംബന്ധിച്ച് എനിക്കൊന്നും പറയാനില്ല. കാരണം എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. പിന്നെ പലരും കാശ് കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിക്ഷേപിച്ചെന്ന് പറയുന്നു. അതിന് ശരിയായ കണക്കൊന്നും നമ്മുടെ കയ്യിലില്ല. അത് പറയുന്നുണ്ട്. അത്രയല്ലാതെ നമുക്ക് അതിനെക്കുറിച്ച് യാതൊരു വിവരമില്ല. ഈ സാധാരണക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്നത് ഇപ്പോൾ 500-ന്റെ നോട്ട് രംഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരു 50% ആളുകളുടെ ബുദ്ധിമുട്ട് മാറും. ഇന്നത്തെ ഹർത്താൽ കഴിയുമ്പോഴൊക്കെ നരേന്ദ്രമോദി നോട്ട് ഇത് രണ്ടാമത് കൊണ്ടുവരില്ല. പിൻവലിച്ചത് മാറ്റാൻ പോണ്ട. ഹർത്താൽ ആവശ്യമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അത്യാവശ്യമില്ലാത്ത ഹർത്താലാണ്. അപ്പോൾ നമ്മൾ വളരെ ബുദ്ധിമുട്ടിരിക്കുന്ന സമയമുണ്ട് നോട്ടിൻ്റെ പ്രശ്നം കൊണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഹർത്താലും കൂടി കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പിന്നെ പ്രതികരിക്കേണ്ടത് ഒരാവശ്യവും കൂടിയാണ്. ഗ്രാമീണ മേഖലയിൽ നോട്ട് കിട്ടി തുടങ്ങിയിട്ടില്ല. ഇന്ന് രാവിലെ 2000 നോട്ട് കൊണ്ട് തന്നെ ഒരാൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. അയാൾക്ക് ചേഞ്ച് ഇല്ലാണ്ട് ഞാനൊരു 300 റുപ്പീസ് കയ്യിൽ നിന്ന് കൊടുത്തു വിട്ടു. നാളെ കാണാമെന്ന് പറഞ്ഞു. ഇന്ന് ഹർത്താലിൻ്റെ ആവശ്യമില്ല. എടവനക്കാട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാത്തങ്ങാട് മേഖലാ സമ്മേളനം നടത്തി. മണ്ഡലം ബ്ലോക്ക് ജില്ലാതല നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VS സോൾരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്നേഹസമ്പന്നരായ മിത്രങ്ങളും രീതിയിലിരിക്കുന്ന കോൺഗ്രസുകളും നിർമ്മാണമാണ്. ഞാൻ ദീർഘമായി ഒരു സംഘടനയൊന്നും മുഴുകുന്നില്ല. എല്ലാ അർപ്പിച്ചേക്കണ കർമ്മം സ്വാഗതം പറയുന്നതാണ്. ഞാൻ ആ കർമ്മത്തിലോട്ട് കിടക്കുകയാണ്. പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെയും പ്രവർത്തകരെ, ഇങ്ങനെയൊരു മീറ്റിംഗ് ഇവിടെ കൂടാനുണ്ടായ സാഹചര്യം നമുക്കറിയാം. കുറേ നാളുകളായി 130-ലേറെ വർഷം പാരമ്പര്യമുള്ള നമ്മുടെ പ്രസ്ഥാനം താഴെത്തട്ട് മുതൽ മേലേത്തട്ട് വരെ നടന്ന തെരഞ്ഞെടുപ്പുകൾ, അതായത് പാർലമെൻറ്റിലേക്കായാലും നിയമസഭയിലേക്കായാലും എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ 10-20 വർഷമായി നമ്മൾ ഭരിച്ചിരുന്ന നമ്മൾ പഞ്ചായത്തിലേക്കായാലും പോലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടികൾ, അത് സംഘടനാപരമായി കുറേ കാര്യങ്ങൾ നമ്മളെ ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അലസത വിട്ടുണരാൻ പോലും നമ്മളാരും തയ്യാറായിട്ടില്ല. പരിപാടികൾ നടക്കുന്നില്ല. പ്രത്യേകിച്ച് ചെറുപ്പക്കാരെല്ലാം മറ്റു രീതിയിലേക്ക് പോകുന്ന സാഹചര്യം. അങ്ങനെ ഈ പ്രദേശത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പഴയകാല പ്രവർത്തകരും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലേക്ക് പ്രവർത്തനത്തിനായി ഇറങ്ങാൻ താല്പര്യമുള്ളവരുമായ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഈ പ്രദേശത്ത് നമ്മളെ പ്രവർത്തകരുടെ ഒരു യോഗം കൂടണമെന്നും നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തിയായി ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഒരു മീറ്റിംഗ് കൂടാൻ സാധിക്കുന്നത്. ഇപ്പോൾ അഖിലേന്ത്യാ രാഷ്ട്രീയത്തെക്കുറിച്ചും സംസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി തന്നെ സംസാരിച്ചു കഴിഞ്ഞു. നമ്മളുടെ ഈ കേരളത്തിൽ 6 മാസം മുമ്പ് അധികാരത്തിൽ കയറിയ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റാണ്. പറയട്ടെ, നമ്മളിവിടെ കുറേ നാളായി രാഷ്ട്രീയം നടന്ന ആൾക്കാരാണ്. നമ്മളാരും കയറാൻ പോകില്ല. പക്ഷെ നമ്മളെ വെച്ചിട്ട് കയറിയാൽ നമ്മൾ ആ രീതിയിൽ നിന്നിട്ടുണ്ട്. അതിനകത്തൊന്നും യാതൊരു അർത്ഥമില്ല നിൽക്കുകയും ചെയ്യും. കോൺഗ്രസ്സുകാരെ തിരുത്താൻ മുന്നോട്ട്
ഇന്നും മുന്നിൽ നിന്നിരുന്ന ഒരു വിഭാഗമാണ്. ആ യൂത്ത് കോൺഗ്രസിന്റെ പ്രതാപമുള്ള കാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തികളാണ്, അതിൽപ്പെട്ട ഒരാളാണ്. അന്ന് കോൺഗ്രസിന്റെ ഏത് വ്യക്തിത്വമുള്ള ഏത് വലിയ നേതാവിനെയും തിരുത്താൻ അന്ന് യൂത്ത് കോൺഗ്രസിന് കഴിയുമായിരുന്നു. ആശംസകൾ അർപ്പിച്ച് PN തങ്കരാജ്, ജോയി കണക്കാശ്ശേരി, VS സഗീർ, KT റാഫേൽ, മുജീബ് കുട്ടേപ്പടി, ഷിബു, നസീർ, അനീഷ്, സജിത്, അർഷാദ്, ഹരീഷ് എന്നിവർ പ്രസംഗിച്ചു. TB ആദിക് സ്വാഗതവും NK ഉണ്ണികൃഷ്ണൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ഇല്ലത്ത് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ഞാറക്കൽ ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽ റോഡിൽ കാട് പിടിച്ച് വഴിയാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും വാഹനങ്ങൾക്കും തടസ്സം സൃഷ്ടിച്ചിട്ടുള്ളത് ഇല്ലത്ത് റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തി. കുടുംബശ്രീ പ്രവർത്തകർ നേരത്തെ ആ റോഡിന്റെ സൈഡെല്ലാം ക്ലീൻ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അവരടുത്ത് ഫണ്ടില്ലെന്നാണ് പറയുന്നത് പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ ഇതിന് വേണ്ടിയിട്ട്. ഇപ്പം ഞങ്ങൾ തന്നെ ഇന്ന് ആ മുടക്കോസം കിട്ടിയത് കൊണ്ടിട്ട്, ഹർത്താൽ കിട്ടിയത് കൊണ്ടിട്ട് ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് അനുഗ്രഹമായി. കാരണം റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ഇല്ലത്ത് റോഡ് റെസിഡൻസ് അസോസിയേഷൻ്റെ ഈ ഭാഗങ്ങളിൽ കാണുന്ന ഈ റോഡിൻ്റെ സൈഡിലുള്ള പുല്ലുകളൊക്കെ വെട്ടിക്കളയാൻ ഇന്ന് എല്ലാവരും ജോലിയില്ലാതെ നിൽക്കുന്നതുകൊണ്ടിട്ട് സൗകര്യം കിട്ടി. ഇല്ലത്ത് റോഡ് റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളും കമ്മിറ്റിക്കാരും മെമ്പർമാരും എല്ലാവരും കൂടി ഇവിടെ റോഡ് കാട് പിടിച്ച് കിടക്കുന്നതും കല്ലിറക്കി റോഡ് യാത്രാ അസൗകര്യം ഉണ്ടാക്കിയിരിക്കുന്ന കരിങ്കല്ലുകൾ വെറുതെ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊല്ലങ്ങളോളം വർഷങ്ങളോളമായിട്ടുള്ള ഇത് മാറ്റാൻ അവർ ഉടമസ്ഥരും ആരും തയ്യാറാകാത്തതുകൊണ്ട് ഞങ്ങളുടെ അസോസിയേഷൻ എല്ലാവരും കൂടി ചേർന്ന് ഈ കല്ല് ഈ റോഡിൻ്റെ സൈഡിൽ നിന്ന് നീക്കം ചെയ്യുകയാണ്. ഇത് വാർഡ് മെമ്പർ ശ്രദ്ധയിൽപ്പെടുത്തിയില്ലേ? ഇത് വാർഡ് മെമ്പറുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. അവർ ഇതിന്റെ മുൻകൈ എടുക്കുന്നില്ല. അവർക്ക് ആകെ തൊഴിലുറപ്പും കാര്യങ്ങളും മാത്രം അറിയാൻ പാടുള്ളവർക്ക്. നിർജീവമാണെന്ന് പറയണം. നിർജീവമാണ് അവർ. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയില്ലേ? പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞിട്ടില്ല. നമുക്ക് മെമ്പറോടല്ലേ പറയാൻ പറ്റുള്ളൂ. മെമ്പറോട് പറഞ്ഞിട്ട് അവരല്ലേ അതിന്റെ കാര്യങ്ങൾ കേൾക്കുന്നത്. വാർഡ് മെമ്പർ ജയിച്ചിട്ട് അവരെ കൊണ്ട് ഒരു ഉപകാരമില്ല. ഒരു ലൈറ്റ് ഇടാൻ പോലും അവരെ കൊണ്ട് സാധിക്കണം. അപ്പൊ പറഞ്ഞിട്ടുണ്ട്, ആയിട്ടില്ല. 6ാം വാർഡ് വരെയായി, 9ാം വാർഡ് ആകട്ടെ എന്നൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. എളമന്തപ്പുഴ ചാപ്പ കടപ്പുറം പട്ടികവർഗ കോളനിയിൽ വൃശ്ചിക വേലിയേറ്റത്തിൽ വീടുകൾ വെള്ളത്തിലായി. തോട്ടിൽ നിന്ന് കരയിലെത്തുന്ന വെള്ളം മാലിന്യങ്ങളുമായി ചേർന്ന് വീടുകൾക്ക് ചുറ്റും കെട്ടിക്കിടക്കുകയാണ്. ഈ മലിനജലത്തിൽ ചവിട്ടി വേണം വീടുകളിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ. കുട്ടികളും വയോജനങ്ങളും ഭീതിയോടെയാണ് വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നത്. പകർച്ചവ്യാധി പിടിപെടുമോ എന്ന ആശങ്കയും ഉയരുകയാണ്. വെള്ളം ഒഴിഞ്ഞു പോകാൻ മാർഗമില്ല. കെട്ടിക്കിടക്കുന്ന ഉപ്പുവെള്ളം മൂലം പല വീടുകളിലെയും ഭിത്തിയിലൂടെ ഉപ്പ് കയറി തെള്ളുന്നു. വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷിയും നശിക്കുകയാണ്. തോടുകൾ ആഴം കൂട്ടി കരിങ്കൽ ചിറ കെട്ടി സംരക്ഷിച്ചാൽ വെള്ളക്കയറ്റം തടയാനാകും. അതിനാകട്ടെ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല. പുതുവൈപ്പ് ലൈറ്റ് ഹൗസ് റോഡിൽ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി മുതലുള്ള ഭാഗത്തെ കുഴികൾ പുതുവൈപ്പ് ടൂറിസം മേള കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടച്ചു. തോട്ടിൽ നിന്ന് വെള്ളം കയറി ഈ ഭാഗത്ത് വൻകുഴികൾ രൂപം കൊണ്ടിരുന്നു. ഫാദർ ബെന്നി പാലക്കൽ ഉദ്ഘാടനം ചെയ്തു. ജോസി P. തോമസ്, ബിജു പോണത്ത്, സെബാസ്റ്റ്യൻ കാട്ടുകണ്ടത്തിൽ, എളമന്തപ്പുഴ പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർമാൻ KS രാധാകൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഗിരിജ അശോകൻ, നളിനി സുഗതൻ, ശ്രീദേവി രാജു, ഷീജ രജു എന്നിവർ നേതൃത്വം നൽകി. നോട്ട് നിരോധനം മൂലം ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ പ്രതിഷേധിച്ച് UDF കുഴിപ്പള്ളി മണ്ഡലത്തിൽ നടത്തിയ ധർണ MV പോൾ ഉദ്ഘാടനം ചെയ്തു. MM പ്രമുഖൻ KR സുഭാഷ്, MK രാഘവൻ, രാജു കൊട്ടാരത്തിൽ, ML പോൾസൺ, MV സുധാകരൻ, MR രാജൻ എന്നിവർ പ്രസംഗിച്ചു. UDF എടവനക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധ യോഗം KP ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. KS അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ജോയി കണക്കാശ്ശേരി, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് KK ഇസഹാഖ്, മുല്ലക്കര സക്കറിയ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി AK സരസൻ, K റിനീഷ് കുമാർ, PJ അന്നം, CC സാംബശിവൻ, CM സലാം, ഉഷ സുരേഷ് കുമാർ, K മോഹൻദാസ് എന്നിവർ പ്രസംഗിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഐ റൂഫിംഗ് എന്റർപ്രൈസസ് കൊച്ചി. ഫോൺ 9633350892.
മാതാ ജ്വല്ലറി ഗോൾഡ് സൂപ്പർ മാർക്കറ്റ്, ഞാറയ്ക്കൽ. വാർത്തകൾ തുടരുന്നു. ചരിത്ര പ്രാധാന്യങ്ങൾ. 1639 ജെറോമിയ ഹെറോക്സ് ശുക്രന്റെ സൂര്യനു കുറുകെയുള്ള സഞ്ചാരം ദർശിച്ചു. 1642 ആബേൽ ടാസ്മാൻ വാൻ ഡൈമൻസ് ലാൻഡ് കണ്ടെത്തി. 1859 ചാൾസ് ഡാർവിൻ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് പ്രസിദ്ധീകരിച്ചു. സ്വർണ്ണവില പവന് 21,920 രൂപ, ഗ്രാമിന് 2,740 രൂപ. വാർത്തകൾ ചുരുക്കത്തിൽ. ചൈതന്യ നായർ സർവീസ് ഗ്രൂപ്പ് ദേശവിളക്ക് നടത്തി. KCBC വൈപ്പിൻ മേഖല ക്രിസ്തുരാജ പള്ളിയിൽ സെമിനാർ നടത്തി. വൈപ്പിൻകരയിൽ LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. യൂത്ത് കോൺഗ്രസ് ചാത്തങ്ങാട് മേഖലാ സമ്മേളനം നടത്തി. ഇല്ലത്ത് റെസിഡൻസ് ഭാരവാഹികൾ ഹർത്താൽ ദിനത്തിൽ ശുചീകരണം നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.